യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിനെതിരായ കർശന നടപടികളിൽ ഇളവ്. ബെയിലിന് നിബന്ധനകളോടെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാമെന്ന് കേരള ബാർ കൌൺസിൽ. ഹൈക്കോടതിയിലാണ് ബാർ കൌൺസിൽ നിലപാട് അറിയിച്ചത്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, വിശദാംശങ്ങൾ. നേരത്തെ കർശനമായ നിബന്ധനകളായിരുന്നു അല്ലെങ്കിൽ വ്യവസ്ഥകളായിരുന്നു ബാർ കൌൺസിൽ ഈ ബെയിലിൻ ദാസിനെതിരെ സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് യുവ അഭിഭാഷകയെ മർദ്ദിച്ചത് അതിക്രൂരമായാണ്, അത് നീതീകരിക്കാനാവില്ല എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ പ്രാക്ടീസിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ നടപടികളാണ് ബെയിലിൻ ദാസ് തന്നെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. എന്തായാലും കഴിഞ്ഞ തവണ ഈ വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് ബാർ കൌൺസിലിന്റെ കൂടി നിലപാട് തേടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് നടപടികളിൽ ബാർ കൌൺസിൽ ഹൈക്കോടതിയിൽ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിബന്ധനകളോടുകൂടി, പ്രത്യേകിച്ച് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം നേടിയ സാഹചര്യത്തിൽ ചില ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ആ ജാമ്യ വ്യവസ്ഥകൾ പ്രകാരം പ്രാക്ടീസ് ചെയ്യുന്നതിന് വിലക്കില്ല. അത് ബാർ കൌൺസിൽ തൽക്കാലം റദ്ദാക്കിയിരിക്കുന്നു. പക്ഷെ അപ്പോൾ പോലും അച്ചടക്ക നടപടികൾ, സ്ട്രിഞ്ചന്റ് ആക്ഷൻസ് തുടരും എന്നാണ് ഇപ്പോൾ ബാർ കൌൺസിൽ അറിയിച്ചിരിക്കുന്നത്. മറ്റു നടപടികൾ, പ്രത്യേകിച്ച് ഈ അഭിഭാഷക കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോടതി ആയതുകൊണ്ട് അഭിഭാഷകരുടെ പ്രാക്ടീസ് നടപടികളെ ബാധിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള കർശന ഉപാധികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്.